എൻ്റെ പേര് പ്രസി. ഞാൻ ബിടെക് ഇലക്ട്രോണിക്സ് ആയിരുന്നു. എങ്ങനെയാണ് ഞാൻ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്തതെന്നതിനെ പറ്റി സംസാരിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ 10th ബേസ് ചെയ്തിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. ആദ്യം അറ്റൻഡ് ചെയ്ത എക്സാമും 10th ലെവലിലുള്ളതായിരുന്നു. അപ്പം അത് ഞാൻ എക്സാം എഴുതി. കമ്പനി ബോർഡ്, VFA, ബെവ്കോ, LDC അങ്ങനെയുള്ള എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വന്നത്. അപ്പോൾ എനിക്കൊരു 10th ലെവൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഒരു ബേസ് കിട്ടി, എന്നെക്കൊണ്ട് ഡിഗ്രി ലെവലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാനത് അപ്ലൈ ചെയ്തു. അതിനു വേണ്ടി ഇരുന്ന് പഠിച്ചു. ഡിഗ്രി പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിലും ഞാൻ ഇടം നേടി. 10th ലെവലാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമേ ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്ത് ഡെയിലി ചാപ്റ്റർ വായിച്ച് അതിനകത്ത് കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം ഡെയിലി ചെയ്ത് നോക്കുമായിരുന്നു. കറണ്ട് അഫെയർ ആണെങ്കിൽ ഡെയിലി പത്രം വായിക്കുക, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് കറണ്ട് അഫെയർ കിട്ടുമോ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വീക്ക്ലി റിവിഷൻ വേണം, മന്ത്ലി റിവിഷൻ വേണം. എഴുതി മാത്രം വെച്ചാൽ പോരാ, എപ്പോഴും റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മെമ്മറിയിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരു കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഉച്ചവരെയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഞാൻ ഇത്ര പോർഷൻ ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ എനിക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതിനൊക്കെ ഞാൻ 1 hour വെച്ചിട്ട് സമയം കണ്ടെത്തുമായിരുന്നു. പിന്നെ അതുപോലെ കറണ്ട് അഫെയർ, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് കറണ്ട് അഫെയർ കിട്ടുമോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എഴുതി വെക്കുക, റിവിഷൻ ചെയ്യുക. ഇവയെല്ലാം ഞാൻ ഡെയിലി ചെയ്തിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഡെയിലി എക്സാം എഴുതി നോക്കണം. അതും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. PSC എക്സാം നടത്തുന്നത് 2 മണിക്കാണ്. 2 മണി മുതൽ 3:15. മെയിൻ എക്സാം ആണെങ്കിൽ 3:30 വരെയായിരിക്കും എക്സാം. ആ ടൈമിൽ തന്നെ നമ്മൾ എഴുതി പരിശീലിക്കുകയാണെങ്കിൽ എക്സാം ഹോളിൽ നമ്മൾ കയറിയിരിക്കുന്ന ആ ഒരു പേടിയുണ്ടല്ലോ, ആ ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ നമ്മൾ വീട്ടിൽ എഴുതുമ്പോഴത്തേക്ക് 2 to 3:15 അല്ല, 2 to 3 എഴുതി പരിശീലിക്കുക. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എഴുതി പരിശീലിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ ഈ 1 മണിക്കൂർ പരിശീലിക്കുകയാണെങ്കിൽ 1.25 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ളൊരു ടൈം നമുക്ക് അവിടെ കിട്ടും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ഞങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ഏരിയാസ് കാണും. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിന് ചിലപ്പം അവൾക്ക് ഈസി ആയിരിക്കും. അപ്പം നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ പോലും അവരുമായിട്ട് സംസാരിക്കുമ്പം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് കിട്ടിയെന്നും വരാം. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. പിന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 മണിക്കൂർ മാത്രമേ ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കമ്പൈൻ സ്റ്റഡിക്ക് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അവരും എന്നെപ്പോലെ തന്നെ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന ആഗ്രഹത്തോടെ വന്നവരെ മാത്രമാണ് ഞാൻ എൻ്റെ ആ ഒരു കമ്പൈൻ സ്റ്റഡി ആ ഗ്യാങ്ങിലോട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ടോക്കും ഞങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. എപ്പോഴും PSC പഠിക്കണം, ജോലി വാങ്ങിക്കണം, ഭയങ്കര അങ്ങനെ ഒരു ആഗ്രഹത്തോടെ കൂടെയുള്ളവരെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പല പല ലിസ്റ്റുകളിലായിട്ട് ഉൾപ്പെട്ട ആൾക്കാരുമാണ്. ഞാൻ BTech കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രൈവറ്റ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം ഞാനത് ക്വിറ്റ് ചെയ്തിട്ടാണ് ഈ PSC പഠനത്തിലോട്ട് ഇറങ്ങിയത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ജോലി കളഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെ ഞാൻ മണി മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും, എൻ്റെ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യുമോ, എന്തിനാണ് പല രീതിയിലും പലയിടത്തുനിന്നും എനിക്ക് ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തിനാണ് നീ ജോലി കളഞ്ഞ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നതെന്നൊക്കെ പലരും ചോദിച്ചിരുന്നത്. അപ്പം അതിൽ എനിക്ക് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമായിരുന്നു ഞാൻ എങ്ങനെ പഠിച്ച് ജോലി വാങ്ങിക്കൂ എന്നുള്ളത്. അപ്പം എൻ്റെ ടൈം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കാൻ നേരത്ത് ടൈം സെറ്റ് ചെയ്തു, ഓരോന്നിനും ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫംഗ്ഷന് പോവില്ല, ഒരു സിനിമയ്ക്ക് പോവില്ല, എങ്ങും പുറത്തു പോവാതെ എപ്പോഴും ഫുൾ ടൈം ഞാൻ പഠിത്തം നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്.
ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് LGS ലെവല്, 10th മെയിൻസ്, LDC ലെവല്, +2 ലെവല്, അങ്ങനെ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ച് ഒരു OMR ബുക്ക് വാങ്ങിച്ച് അത് വെച്ചിട്ടാണ് ഞാൻ എക്സാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. PYQ മാത്രമല്ല, നമ്മൾ മോഡൽ എക്സാംസ് പല പല യൂട്യൂബ് ചാനൽസ് ആണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും ഒരുപാട് സോഴ്സസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അവിടെ നിന്നൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയാണ് കൂടുതലും എക്സാം പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ നിങ്ങൾ 10th ലെവലോ +2 ലെവല്, ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ക്വസ്റ്റ്യൻസിൻ്റെ രീതികൾ എങ്ങനെയാണെന്നും PSC ഇപ്പോൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ മാറി. അപ്പം ആ രീതികളൊക്കെ മനസ്സിലാക്കി വേണം ആദ്യം പഠിച്ചു തുടങ്ങാനായിട്ട്. ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് സിലബസ് വെച്ച് എങ്ങനെ റാങ്ക് ഫെയിൽ കംപ്ലീറ്റ് ചെയ്ത് അത് മുഴുവൻ പഠിച്ച് തീർക്കാമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് എക്സാമൊന്നും ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ചതിൽ കുറേ കാര്യങ്ങളൊന്നും PSC ഇപ്പോൾ ചോദിക്കുന്നു പോലുമില്ല. വെറുതെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് എൻ്റെ സമയം കളഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കി അത് മാത്രം പിന്നെ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഞാൻ ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്കവരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. സ്ത്രീകളാണെങ്കിൽ കൂടുതലും വിവാഹത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവർ എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം, സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരായിരിക്കും കൂടുതലും. ചിലപ്പോൾ കുഞ്ഞു കുട്ടികളുണ്ടാവും, അവർക്ക് വീട്ടിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പഠിക്കാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല. എന്നാലും അവർ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ പല പല സ്ട്രഗിൾസ് അവർ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊന്നും വേണ്ട, ഇട്ടേച്ചും പോകാമെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ ഇട്ടിട്ട് പോകരുത്, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കുക എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ലിസ്റ്റിലൊന്നും വരാതെ കുറേ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. ഒന്നും ആവാണ്ടായപ്പോഴത്തേക്ക് നിർത്തിപ്പോയാലോ എന്ന് ഞാൻ കരുതിയതാണ്. പിന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടും, നിന്നെക്കൊണ്ട് പറ്റും, നീ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പഠിക്കാനായിട്ട് തുടങ്ങി. പഠിച്ച് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി ഞാൻ ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ സമയത്ത് CCയുടെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡെയിലി ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഞാൻ അവരുടെ ക്ലാസ്സുകളെല്ലാം തന്നെ കാണും. അവരുടെ സ്റ്റഡി നോട്ട്സ് അതെല്ലാം എഴുതി വെക്കും. അതിനകത്ത് എക്സ്ട്രാ പോയിന്റ് ഞാൻ തന്നെ നോക്കി, നമ്മൾ റാങ്ക് ഫെയിലൊക്കെ നോക്കിയിട്ട് വേറെ എക്സ്ട്രാ പോയിന്റ് കിട്ടുവാണെങ്കിൽ അതെല്ലാം ഞാൻ അതിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ടൈം ടേബിളിനോടൊപ്പം തന്നെ ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ അവിടെ നടത്താറുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്നെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം, അത് നമ്മൾ എത്ര കിട്ടിയാലും നമ്മളത് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കറക്റ്റായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ ഡിലേ വരുത്താറില്ല. എന്തെങ്കിലും മാറ്റം വന്നാൽ പോലും അത് കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്തതിലോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ. അതിലെ എക്സാം എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എക്സാമിൻ്റെ ടൈം ആകുമ്പം 2 മാസം മുന്നേ ആ ടൈമിലൊക്കെ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏതെങ്കിലും ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ആ മാഗസിൻ വാങ്ങിച്ച് പഠിക്കാം. ആ രീതിയിലാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പം പത്രം വായിക്കുക, പത്രങ്ങളിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ പത്രം വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടിയും ടെലിഗ്രാമിലൊക്കെ പേപ്പർ കട്ടിങ്സ് കിട്ടുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. നമ്മൾ അതിൽ കയറിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ടെലിഗ്രാമിൽ തന്നെ മന്ത്ലി ആയിട്ട് നമുക്ക് PDF കിട്ടും. അതെല്ലാം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആ ടൈമിൽ ഇരുന്ന് വായിക്കുമായിരുന്നു. 10th മെയിൻസ് കഴിഞ്ഞ സമയത്തായിരുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും നമുക്ക് അവിടെ ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പഠനം അതുപോലെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിലിംസ് കഴിഞ്ഞപ്പോഴത്തേക്കും 3 മാസം ഗ്യാപ്പേ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനും ഉണ്ടായിരുന്നുള്ളൂ. മെയിൻസിന് പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ പ്രിലിംസിന് പഠിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുകൊണ്ട് അവിടെ കൺസിസ്റ്റൻസി
മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 13 മാർക്കിന് അവിടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഞാൻ എന്നും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് കണ്ടിന്യൂസ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുമോ, രാവിലെ ആണെങ്കിൽ രാവിലെ കുറച്ച് സമയം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ടൈമിൽ, രാത്രി എപ്പോഴെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ഒരു 4 മണിക്കൂർ കണ്ടെത്താൻ പറ്റുമോ ആ ടൈമിലൊക്കെ ഞാനിരുന്ന് പഠിക്കുമായിരുന്നു. അതിൽ കൂടുതൽ ടൈം കിട്ടുവാണെങ്കിൽ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇനി 3 മാസം കൂടിയേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനുള്ളൂ. നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വീട്ടുജോലിയോടൊപ്പമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തവരാണെങ്കിൽ 3 മാസം ടൈമുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ പഠിച്ചു തുടങ്ങാം. ഞാൻ മസ്റ്റായിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് CC ആയിരിക്കും.